ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആയോ? ഇന്ന് ഷാജിദ മാം ഇല്ല. ഷാജിദ മാമിന് ഇന്ന് ലീവ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പകരം ഞാനാണെന്ന് വെൽക്കം ചെയ്യുന്നത്. എൻ്റെ പേര് റമീമ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളോടൊന്ന് സംസാരിക്കാൻ വരുന്നത് ഷെഫീന നാസിം. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജിയിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രീം ഷൗട്ടേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആളൊരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെഫീന നാസിമിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ഷെഫീന നാസിം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഹോപ്പ് യു ഓൾ ഫൈൻ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. പലർക്കും എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെയും അറിയില്ല. പക്ഷെ ഇത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ദൂരെയുള്ള പല സ്ഥലങ്ങളിലുള്ള മനുഷ്യന്മാർ ശബ്ദം കൊണ്ടൊക്കെ മനസ്സിലാക്കാനും പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഡ്രീം ഷൗട്ടേഴ്സ്, ഹലീം സാറിനോടും സാജിദ മാഡത്തിനോടൊക്കെ ആദ്യമായിട്ട് നന്ദി പറയാണ്. അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷെഫീന നസീം എന്നാണ്. എൻ്റെ വീട് മൂവാറ്റുപുഴ. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചാവക്കാട് മന്നലാങ്കുന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് 2-3 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഈ ഫീൽഡിൽ ട്രെയിനിങ്, അതിൻ്റെ ഇടയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെയുണ്ട്. ഇഷ്ടമാണ് മനുഷ്യന്മാരെ അറിയാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസിനൊക്കെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് എപ്പോഴും ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാൾ ഉപരി മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് മാനസികമായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ പലപ്പോഴും. നമ്മളെപ്പോഴും നമുക്ക് ശരീരത്തിന് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കാണും. പക്ഷെ മെൻ്റൽ ഒരു ഹെൽത്തിന് അല്ലെങ്കിൽ മാനസികമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഡോക്ടറെ കാണിക്കാറില്ല അല്ലേ, അല്ലെങ്കിൽ അതൊരു ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമ്മൾ പെട്ടെന്നൊരു നെഞ്ചുവേദന വരുമോ, വയറുവേദന വരുമോ, ചെവി വേദന വരുമോ, എന്തെങ്കിലുമൊക്കെ ഒരു തലവേദന വരുമ്പോൾ വേഗം പോയി ഡോക്ടറെ കാണിച്ച് അതിന് എത്ര പൈസ വേണമെങ്കിലും നമ്മൾ ചിലവാക്കുക. പക്ഷെ നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ വല്ലാത്ത മാനസികമായ പിരിമുറുക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ചിട്ട് അവെയർ അല്ല എന്നതുകൊണ്ടായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വരാറുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ യാത്ര പോയിട്ടും പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആളുകൾ അതിനെ ഓവർകം ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഇനി വരുന്ന കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുപാട് ഈ മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് അറിയേണ്ടത് നല്ലതാണെന്ന് തോന്നുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം ഇമോഷണൽ ആയിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോസസ്സ്, സോഷ്യൽ വെൽബീയിങ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്ത്, നമ്മളുടെ മാനസിക ആരോഗ്യം ശരിയല്ല നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ അല്ല എന്നെങ്ങനെ നമുക്ക് മനസ്സിലാവുക? എങ്ങനെയായിരിക്കും? നമ്മളെന്നും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുക, നമ്മളുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നാതിരിക്കുക, നമ്മൾ ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് എഴുന്നേൽക്കുക, ഞെട്ടി എഴുന്നേൽക്കുക, പിന്നെ ഉറക്കം കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്കൊരു 8 hours ഉറങ്ങാൻ പറ്റാതിരിക്കുക, എന്നിട്ട് പിന്നെ പകൽ കിടന്നുറങ്ങുക, അതുപോലെ നമുക്ക് എന്നും ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, ഫുഡ് ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് ആയിട്ടോ, ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാവാം, ചിലപ്പോൾ ഒരുപാട് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചിലവർ തീരെ ഭക്ഷണത്തോട് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഭക്ഷണത്തോടായിക്കോട്ടെ, ഉറക്കത്തിനോടായിക്കോട്ടെ, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ കാണുമ്പോഴൊക്കെ ദേഷ്യം വരിക, സെക്സിനോട് താല്പര്യം തോന്നാതിരിക്കുക, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ജോലികളൊന്നും നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരിക. അങ്ങനെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക, തെറ്റി നമ്മൾക്ക് തന്നെ തോന്നുക അയ്യോ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലെത്തുക. അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മളോട് പറയുന്നത് എനിക്ക് വല്ല പ്രാന്തായോ എന്നൊക്കെ തമാശ രീതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്.
അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് തോന്നുന്നത് ഇറ്റ്സ് വെരി ക്വൈറ്റ് നോർമൽ. നമ്മുടെ മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ തുടരെ നമുക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് എന്തോ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മളിതിങ്ങനെ സപ്രസ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ച് സപ്രസ് ചെയ്ത് ആ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടി 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 വെക്കും. പിന്നീടാണ് ഇത് അണ പൊട്ടി അങ്ങ് ഒഴുകുക. അപ്പം അങ്ങനെയൊന്നും ഒരു മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ പിടിച്ചു കളയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് തുറന്ന് സംസാരിക്കാം. എസ്പെഷ്യലി ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ യാതൊരു വിധ രീതിയിലും മടിക്കരുത്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു സുഹൃത്തിനോട് തുറന്നു പറയാൻ നമ്മൾ മടിക്കരുത്, നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആവാൻ പറ്റിയില്ല, നമ്മൾക്ക് ആഗ്രഹിച്ച പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ വന്നില്ല, നമ്മൾ ആഗ്രഹിച്ച സ്നേഹം നമുക്ക് കിട്ടില്ല, അങ്ങനെ പല പല കാരണങ്ങൾ, ഒരു ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെ വളരെ ഇമ്പോർട്ടൻറ്റ്. മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ അഡോളസൻസ് വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ അതെങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് ബാധിക്കുക, നമ്മൾ ചിന്തിക്കുന്ന രീതി, എങ്ങനെ നടക്കുന്നു എന്നുള്ള രീതിയൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. നമ്മളോട് എല്ലാവരും പറയാറുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തിനാണ് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവാനും നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. എല്ലാത്തിനും പോസിറ്റീവായിട്ട് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ അടിച്ച് പോവുക എന്നുള്ളതല്ല. നമുക്ക് പോസിറ്റിവിറ്റി കൂടുതൽ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ലൈഫിൽ വന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മെൻ്റൽ ഹെൽത്ത് നമുക്ക് കറക്റ്റ് ആവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാത്തവരാണ്, ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നവരാണ്, കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഫുഡ് നമ്മൾ രാവിലെ, ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. എപ്പോഴും ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ മൊബൈലിൽ കുത്തി കളിച്ച് കുറേ വീഡിയോസൊക്കെ കണ്ട് നമ്മളതിന് സമയം കളയാറുണ്ട്, നമ്മളുടെ ഉറക്കത്തിൻ്റെ സമയം. അപ്പം ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കുക. എല്ലാത്തിനും ലൈഫിൽ ഒരു ഓർഡർ ഉണ്ടാക്കുക. ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് മാറ്റി 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 പിന്നീടത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മളെ കൂടുതലായിട്ടും സ്ട്രെസ്സിന് ബാധിക്കും. പിന്നെ ഡീഹൈഡ്രേഷൻ, നമ്മൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ ചൂസ് ചെയ്യുക. ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്തിന്. അതായത് നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള മനുഷ്യന്മാരെ, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ, നമ്മളെ വളർത്തുന്ന മനുഷ്യന്മാരെ, നമ്മളുടെ വളർച്ചയെ നോക്കി സന്തോഷിക്കുന്ന മനുഷ്യന്മാരെ മാത്രം നമ്മൾ കൂടെ കൂട്ടുക. നോ പറയാൻ പഠിക്കുക ലൈഫിൽ എപ്പോഴും. നമുക്ക് വേണ്ടാത്തതിനെ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു കാര്യത്തെ പറ്റില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കുന്നതോടൊപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ കളറാവും. അതായത് നമ്മളുടെ സമാധാനത്തിന് നമുക്ക് ഉള്ള കുറച്ച് മനുഷ്യന്മാർ, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ മാത്രമാക്കുക. നിങ്ങളുടെ സർക്കിൾ വളരെ ചുരുങ്ങിയതാക്കുക. ഒരുപാട് മനുഷ്യന്മാരുണ്ടായിട്ടോ ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ കുറച്ച് സ്നേഹിക്കുന്ന മനുഷ്യന്മാർ, അവരെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മളെ ഇമോഷണൽ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ കൂടെ കൂട്ടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ കുറേ കുറ്റം പറയുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എന്തിനേയും ഇങ്ങനെ ക്രിട്ടിസൈസും ചെയ്യുന്ന ഒരു പറ്റ ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനമില്ല. ശ്രദ്ധിച്ച് നോക്കിക്കോ, നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ ഇതുപോലെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നന്നായി ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതുപോലെ ആവും. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതുപോലെ ആവും. ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ്, ഒരു ടീം വർക്കിൻ്റെ കൂടെയാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട്, നമുക്ക് സർക്കംസ്റ്റൻസ് ഒക്കെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മെൻ്റലി ഒരുപാട് ഡിസോർഡർ ഉണ്ടായിരിക്കാം. അതിൽ പെട്ട ഒരു കാര്യമാണ് ഡിപ്രഷൻ ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക, ഫോബിയ ഉണ്ടാവുക, എല്ലാത്തിനോടൊരു ഒരു ഭയം ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ നമ്മളെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല, ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നമുക്ക് പല മാനസികമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം.
അതിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ട് എല്ലാവരും കുട്ടി മുതൽ എല്ലാ ആളുകളും പറയുന്നതാണ് ഡിപ്രഷൻ. പക്ഷെ എന്താണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം? വളരെ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു വിഷമത്തെ അല്ല ശരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഡിപ്രഷൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ ഡിപ്രഷൻ അധികമായി കഴിഞ്ഞാലാണ് കൂടുതലും ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മൂഡ് ഡിസോർഡറിൽ പെട്ട ഒരു കാര്യമാണ് ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും പീക്കായിട്ട് വരിക. ചില സമയത്ത് നന്നായിട്ട് സന്തോഷം ഉണ്ടാവും, ചില സമയത്ത് എക്സ്ട്രീം സങ്കടങ്ങൾ ഉണ്ടാവുക. അതായത് ബൈപോളാർ എല്ലാത്തിൻ്റെയും ഒരു അറ്റം, എല്ലാം പീക്ക് ലെവലാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ആങ്സൈറ്റി ഡിസോർഡർ. പേഴ്സണലായിട്ട് നമുക്ക് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാവും. നമ്മൾ മാനസികമായിട്ട് ആളുകളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ ചുറ്റുപാടും നമ്മുടെ സർക്കംസ്റ്റൻസും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ അനുഭവിച്ചു പോകുന്ന ഒരുപാട് കാര്യത്തിൽ നിന്ന് നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ഒരു ഇതുണ്ട്. ചിലർ വളരെ അഗ്രസീവായിട്ടുള്ള ആളുകളുണ്ട്, ചിലർ ഭയങ്കര ഷൗട്ട് ചെയ്തിരിക്കുന്നവരുണ്ട്. അതായത് ഇങ്ങനെ കണ്ടുവരുന്ന കുറേ രീതികളാണ്. വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ഭയങ്കര സാഡിസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണൽ, ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഇതും ഇതിൻ്റെ ഒരു ഭാഗമായി, മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആങ്സൈറ്റി ഡിസോർഡർ. അതായത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാത്തിനും ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ എന്തിനോ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആങ്സൈറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനോടും അയ്യോ, പരീക്ഷയുടെ പേടി, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പേടി, എല്ലാത്തിനോടും ഒരു ഉത്കണ്ഠ നമുക്കുണ്ടാവും. അതിൽ പിന്നെ ഒരു കാര്യം പറയുന്നതാണ് സൈക്കോട്ടിക് ഡിസോർഡർ. അതിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് പറയുന്നതാണ് സ്കിസോഫീനിയ, ചിത്തഭ്രമം എന്നൊക്കെ പറയുന്ന പോലത്തെ കൂടുതലായാലും നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ അപ്പോൾ അങ്ങനെ പല ഒരുപാട് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ഡിസോർഡേഴ്സ് നമ്മളുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ ഡിസോർഡർ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നി ഇത് നമുക്കുണ്ടോയെന്ന്. ഒരിക്കലല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം അപ്സ് ആൻഡ് ഡൗൺസ്. ഇപ്പം നമ്മളും ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾക്കും വല്ലാതെ കരച്ചിൽ വന്ന അവസ്ഥ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സും ഹോർമോണൽ ഇംബാലൻസും അങ്ങനെ പല പ്രശ്നങ്ങൾ, PCOD, PCOS, തൈറോയ്ഡ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസാണ്. പക്ഷേ ഇതെല്ലാം മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് നമുക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളതിനെ മാക്സിമം നമ്മളുടെ മൈൻഡിനോട് ഫൈറ്റ് ചെയ്ത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു മനസ്സിലാണ് നമുക്ക് എന്തും ക്രിയേറ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. ഹാപ്പി ആയിട്ടുള്ള ഒരാൾക്കാണ് ചുറ്റുമുള്ള മനുഷ്യന്മാരെ ഹാപ്പി ആക്കാൻ പറ്റും. നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്താൻ പറ്റും. നമുക്കൊരു ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു മനുഷ്യന് എപ്പോഴും മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടെ അടിപൊളിയാക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ മെൻ്റലി റിലാക്സ് ആവുക? നമ്മൾ മെൻ്റൽ ഹെൽത്തിന് എങ്ങനെയാണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം തെറാപ്പികൾ ചെയ്യണം, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. മെൻ്റൽ ഹെൽത്തിന് കൂടുതലായിട്ടും നമ്മൾ ഫസ്റ്റ് ഒരു ബ്രീത്തിങ് തെറാപ്പിയാണ് കൊടുക്കുക. നമ്മൾ ശ്വാസം മേലോട്ട് വേണം ഇൻഹേൽ ചെയ്യുക, പിന്നെ ശ്വാസം പതുക്കെ എക്സേൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം വലിച്ചൊരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പിന്നെ എക്സേൽ ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യം ഈ പറഞ്ഞ പോലെ ഈ ബ്രീത്തിങ് തെറാപ്പി അല്ലെങ്കിൽ റിലാക്സേഷൻ തെറാപ്പിക്ക് നമുക്ക് യാത്രകളുടെ ഇടയിൽ ചെയ്യാം. കൂടുതൽ പേര് എനിക്ക് കടലിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര റിലാക്സേഷൻ തോന്നാറുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര മെൻ്റലി നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയ പോലെ തോന്നും. അതുപോലെ തന്നെയാണ് ഈ സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ സംസാരിക്കുക, നമ്മളുടെ വീക്ക്നെസ്സും നമ്മളുടെ വേർത്തും നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ സെൽഫ് വേർത്ത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ രണ്ടാമത്താണ് JPMR എന്ന് പറയുന്നത്. അത് ജേക്കബ്സൺ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ തെറാപ്പി. അത് ഓരോ അവയവങ്ങളും നമ്മൾ എടുത്ത് ബ്രീത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ കൂടുതലായിട്ടും മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ തെറാപ്പികൾ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് CBT, RABT ഒക്കെ പോലെയുള്ള തെറാപ്പികൾ ചെയ്യുന്നത് നമ്മുടെ ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫ്സ്, ഇറാഷണൽ ആയിട്ടുള്ള തോട്ട്സുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ CBT, RABT ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അതുപോലെ മോർണിംഗ് എഴുന്നേറ്റ് നടക്കുക.
പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്, ഉറങ്ങുന്നതിന്, പഠിക്കുന്നതിന്, എല്ലാ കാര്യത്തിനും നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എപ്പോഴും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും. ഇന്നുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പഠിക്കുക. നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയാം. പല കാര്യങ്ങളും നമുക്ക് അറിയാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും അറിയെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ പരിഗണന കിട്ടിയില്ല, നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടിയില്ല, ഒരു പ്രൊഫഷനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും തകരാനുള്ളതല്ല നമ്മളുടെ ജീവിതം. നമ്മൾക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്. പോവുക, അതിൻ്റെ ഓളത്തിൽ അങ്ങ് പോവുക. ലിവ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോഴുള്ള ജീവിതത്തിൽ അങ്ങ് ജീവിക്കുക. നാളെയില്ല, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ദൈവം തമ്പുരാന് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ കാര്യത്തെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ അടുത്തായിട്ട് നിക് വുജിസിക്കിൻ്റെ ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അതായത് കയ്യും കാലും ഇല്ലാത്ത ഒരു ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറും ഇൻഫ്ലുവൻസറും കൂടെയാണ് അദ്ദേഹം. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനെന്ന് ആലോചിക്കണം കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തോട് വേണമെങ്കിൽ പരാതി പറയാം, പക്ഷെ എനിക്കുള്ളതിൽ ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യത്തെ നമുക്ക് ദൈവം തമ്പുരാൻ തന്നതിന് നന്ദി പറയുക. ഗിഫ്റ്റാണ്. അതിന് ഗ്രാൻഡാക്കി എടുക്കാതെ അതിന് ഗിഫ്റ്റായിട്ട് നമ്മൾ കരുതണം. നമ്മൾ ഒരു റൈറ്റിംഗ് ജേണൽ എനിക്ക് ഇന്നത് തന്നു, എനിക്കൊരു നല്ല കുടുംബമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊന്ന് നല്ല ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എനിക്ക് വീടുണ്ട്, കാറുണ്ട്, ഇതെല്ലാം ഈച്ച് ആൻഡ് എവ്രി വൺ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തോട് നന്ദി കാണിക്കുമ്പോഴാണ് നമ്മളോട് ദൈവം നന്ദി കാണിക്കുള്ളൂ. അപ്പോൾ അത്രത്തോളം നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആവണം, അല്ലേ? ദൈവത്തോടുള്ള സ്നേഹത്തെ നമ്മൾ ഫെയ്ത്ത് എന്നാണ് പറയുക. അപ്പോൾ പലപ്പോഴും നമുക്ക് നന്ദിയില്ലാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ തൃപ്തിയില്ലാതെ വരുമ്പോഴൊക്കെയാണ് മനസ്സ് അസ്വസ്ഥയാവുക. അപ്പോൾ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് പോവുക, സ്വയം സ്നേഹിക്കുക. സ്വന്തം ഒരിക്കലും സ്വയം നമ്മളെക്കുറിച്ച് തന്നെ എനിക്ക് പറ്റില്ല, എനിക്ക് ഇന്നതാവാൻ പറ്റില്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ എന്നൊക്കെ നമ്മൾ സെൽഫായിട്ടുള്ള ടോക്കാണ്. മൈൻഡും ബോഡിയും എപ്പോഴും കണക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൈൻഡും ബോഡിയും നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് പറ്റില്ല എന്ന് 1000 തവണ പറയുമ്പോൾ അത് ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ അടിപൊളിയാണ്, ഞാൻ സുന്ദരിയാണ്, എന്നെക്കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മിറാക്കിൾ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ അനുഭവപ്പെട്ട ആളാണ്. ഞാൻ മൂവാറ്റുപുഴക്കാരിയാണ്. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ 2 തവണ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി. ഞങ്ങൾക്ക് ബിസിനസ്സാണ്, 2-3 ഷോപ്പ് ഫുള്ള് വെള്ളത്തിൽ പോയി. പക്ഷെ അപ്പോഴൊക്കെ ലൈഫിൽ വിജയിക്കാൻ അന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ബാക്കപ്പോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതെന്നെക്കൊണ്ട് പറ്റും, എവിടെന്നോ വരുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിനെ ഞാൻ കണ്ടിരുന്നു, എൻ്റെ ഉമ്മയെ ഞാൻ കണ്ടിരുന്നു. ആ ഒരു ക്വാളിറ്റി ആണോ എന്നറിയില്ല. പലപ്പോഴും ഏത് അവസ്ഥയിൽ പോലും സ്വയം എൻ്റെ മനസ്സെപ്പോഴും പറഞ്ഞിരുന്നത് എന്നെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ ഇത് പറ്റും. അറിയില്ല, നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റും തന്നെയാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഏത് മതസ്ഥരാണെങ്കിലും ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുക. താൻ പാതി ദൈവം എന്നാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ഫെയ്ത്ത് ബിൽഡ് ചെയ്യുക. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒരാൾ വന്നു കഴിഞ്ഞാലും ഒരു സ്നേഹത്തിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ആര് വന്നാലും പോയാലും നമുക്ക് ജീവിച്ചേ മതിയാവൂ. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫിസിക്കലി എന്നുള്ള പോലെ തന്നെ നിങ്ങളുടെ സന്തോഷം, ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ സന്തോഷത്തെ കളയേണ്ട കാര്യമില്ല. ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ തലവനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണോ അവനവൻ്റെ സ്ട്രെങ്ത് തിരിച്ചറിയുന്നത്, എവിടെയാണോ ഒരാൾ അവനവൻ്റെ വീക്ക്നെസ് തിരിച്ചറിയുന്നത്, അവിടെയാണ് നമ്മൾ വിജയിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായി? എന്തൊക്കെ നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ട് നമുക്ക് മെൻ്റലി ഓക്കെ അല്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല.
അതങ്ങനെയാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ മെൻ്റൽ ഹെൽത്ത് നമ്മൾ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഹോപ്പ് യു ഓൾ എൻജോയ് മൈ ക്ലാസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആസ് എ സൈക്കോളജിക്കൽ കൗൺസിലർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കുക സെൽഫായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ ആശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വളരെ മനസ്സിലാക്കുന്നു എന്ന് തോന്നുന്ന ഒരു സുഹൃത്തിനോട് മാത്രം നിങ്ങൾ തുറന്ന് സംസാരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ പോയി കാണിക്കാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റക്ക് ഔട്ടായി നിൽക്കുന്നതിന് അതെല്ലാം നിങ്ങൾ കളഞ്ഞ് മൈൻഡ് ഫ്രഷ് ആക്കി തന്നെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഉള്ള എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. ഇപ്പോൾ ഉള്ള മൊമെൻറ്റിനെ നിങ്ങൾ ഹാപ്പി ആക്കുക. ഇപ്പം അടിപൊളിയായ നാളെ എന്ന് പറയുന്ന കാര്യം അടിപൊളിയായിരിക്കുക. ഇപ്പം വർക്ക് ചെയ്യുക. ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഹാർഡ് വർക്ക്. എപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും തിരക്കായിരിക്കാൻ ശ്രമിക്കുക. തിരക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, ബിസി ആയിരിക്കുന്ന ഒരു മനുഷ്യന് വേറെ പല പല കാര്യങ്ങൾ ചിന്തിക്കാനോ പല കാര്യങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി എന്നൊക്കെ.